അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇന്ന് ഒരു 12 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിക്കുന്നത്. അങ്ങനെ ആരും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ആലപ്പുഴ എത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കള്ള് ഷാപ്പിൽ കയറി. അങ്ങനെ ഒരുത്തനും നല്ല സീ ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ആ ഷാപ്പിൻ്റെ ഒരു ഏരിയ കേട്ടോ. ബെർട്ടിനൊക്കെ കണ്ടില്ലേ, ബോറടിച്ചിരിക്കുക. പിന്നെ അതാ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഏകദേശം 5 മണിക്കൂറോളം ഞങ്ങൾ കാറിൽ തന്നെ ആയിരുന്നു. ഇതാണ് ഷാപ്പ് കേട്ടോ. നല്ല സ്പേസും ഉണ്ട്, കുറേ ഡൈനിങ് സെറ്റപ്പ് ഉണ്ട്, എ സിയും നോർമലും എല്ലാം ഉണ്ട്. ഞങ്ങളെടുത്തത് ഔട്ടറായിരുന്നു. ഔട്ടർ മീൻസ് പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവന്മാരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ, നമുക്ക് വേണ്ട ഡിഷസ് ഇവരെ കിച്ചണിൽ പോയിട്ട് നമുക്ക് കാണാം. കിച്ചൺ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിച്ചണിൽ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ഇതൊക്കെ ഓരോ ക്യാബിനാണ്, എ സി ക്യാബിൻ. ഇതൊക്കെ ഇതവരെ കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വെയിറ്റർ വന്നു വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം അവർക്ക് ഓർഡർ കൊടുക്കാം, പിന്നെ നമുക്ക് നമ്മളെ സീറ്റിൽ തന്നെ കൊടുക്കാം. ഇതാണ് ഇവരെ വെറൈറ്റീസ് ഐറ്റംസ്. എല്ലാം സീ ഫുഡ് ഐറ്റംസാണ്. എല്ലാം ഉണ്ട്, താറാവായിട്ടും മീനിൻ്റെ തല ഐറ്റംസും കപ്പ, കുറേ വെറൈറ്റി ഐറ്റംസിനെ ഒന്നും എടുത്ത് പറയാൻ പറ്റൂല, കാരണം അത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ കുറച്ച് ടീംസ് ഓർഡർ കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിലാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇത്രയും വിശന്നിട്ട് ഈ എല്ലാ ഐറ്റംസും കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം എടുത്ത് കഴിക്കാൻ തോന്നും. പിന്നെ അങ്ങനെയൊന്നുമില്ല, പിന്നെ ഒരുവിധമൊക്കെ നാട്ടിലും കഴിക്കുന്ന സാധനം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഷാപ്പിലേക്ക് അറിയാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അതൊക്കെ. പിന്നെ അതാ കുറച്ച് തലക്കറി, ഞണ്ട്, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഞങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇതാ ഇവരൊക്കെ അതങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പയ്യൻ വന്ന് അവന് കുറച്ച് സാധനം നമ്മൾ ഓർഡർ കൊടുത്തു. പിന്നെ അവർ എടുത്തു പറഞ്ഞവരെ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. എന്തായാലും അടിപൊളിയാണ് കിച്ചണൊക്കെ കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് പുറത്തുനിന്ന് വരാമല്ലോ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക. പിന്നെ ഇതാ ഒരുത്തനത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുന്നത്. കാരണം നമുക്ക് സീറ്റിങ് നമ്മളെടുത്തത് ഒരു ക്യാബിനായിട്ടല്ല എടുത്തത്, നമ്മൾ പുറത്താണ്. കുറച്ച് നാച്ചുറൽ ആവാമെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തെടുത്തു. കണ്ടോ, ഈ വെള്ളത്തിലെല്ലാം മീനുണ്ട്. ആ മീൻ തന്നെയാണ് അവന്മാർ ബ്രീഡ് ചെയ്യുന്നതും ഒക്കെ. ഞങ്ങൾ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടാണ്. കപ്പ, പാൽ കപ്പ, അങ്ങനെ കുറച്ച് മീൻ തോര, മറ്റേ ബ്രാല്, ഞണ്ട്, താറാവ്, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് കള്ള്, ഒരു 3 ഐറ്റംസും ഉണ്ട്. അങ്ങനെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. കാരണം നമ്മളൊരു നാച്ചുറൽ സെറ്റപ്പായിട്ടാണല്ലോ ഇരിക്കുന്നത്, കൊള്ളാം. അങ്ങനെ പിന്നെ ഓരോരുത്തർ കഴിക്കൽ തുടങ്ങി, എല്ലാം കുഴപ്പമൊന്നുമില്ല. ഞാനും പിന്നെ അങ്ങനെ കുറച്ച് പാൽ കപ്പയും കുറച്ച് വെറൈറ്റി വേറെ കപ്പയും താറാവ് കറിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ പിടിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മീൻ പീര, അത് അടിപൊളിയായിട്ടോ സാധനം, കൊള്ളാം. അത് കൊള്ളാം, തേങ്ങ കിട്ടുന്ന നല്ല വെറൈറ്റി സാധനം തന്നെയാണ്. പിന്നെ ഞണ്ട് എന്തുകൊണ്ടും നമുക്ക് കായലിലെ ഞണ്ട് തന്നെ കേട്ടോ ബെറ്റർ. കടലിലെ ഞണ്ട് അത്ര പോരാ. പിന്നെ താറാവ് കറി എടുത്ത് പറയേണ്ടത് തന്നെയാണ്, നല്ല അടിപൊളിയാണ്. എന്താ ബെർട്ടിനൊക്കെ കഴിക്കുന്നുണ്ടല്ലേ, സുബിയൊക്കെ കഴിക്കുന്നത്, സംഭവം കൊള്ളാം. പിന്നെ ഞങ്ങളൊരു ഞണ്ട് ഫ്രൈയും ഒരു മുയൽ ഫ്രൈ ഒക്കെ മേടിച്ചിട്ടാണ്, അതും കൊള്ളാം. പിന്നെ താറാവിൻ്റെ ഗ്രേവി, അത് പൊളിയാണ്. രണ്ടാമത് മേടിച്ച് നമ്മൾ കടലിലെ ഞണ്ടായിരുന്നു, അതിൻ്റെ ഗ്രേവി കൊള്ളാം, പക്ഷേ മീറ്റൊക്കെ കണക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൊക്കേഷന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും വണ്ടി തിരിച്ച് അങ്ങനെ ഏകദേശം ഞങ്ങൾ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് ഞാൻ നമ്മളെ ചേട്ടൻ്റെ വീട്ടിലാണ് സ്റ്റേ. ഇത് കഴിഞ്ഞിട്ട് എനിക്കിനിയിപ്പോൾ എറണാകുളം പോയി അവിടുന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർ പോകാം.